നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിവിടെ പറയുന്നത് 2025 മാർച്ച് 29 ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ്. ഏവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ ശനിയുടെ മാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുകയാണ്. അപ്പൊ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ മീനം, മേടം, കുംഭം ഈ കൂറുകാർക്ക് ഏഴരാണ്ട ശനി എന്നാണ് പറയുന്നത്. അതായത് ശനി നിൽക്കുന്ന രാശിയുടെ മുമ്പിലും പുറകിലുള്ള ഓരോ രാശി കണക്കാക്കി ആ 3 രാശിക്ക് ഏഴരാണ്ട ശനിക്കാലം എന്ന് പറയും. അതുപോലെ മിഥുനം, കന്നി, ധനു ഈ കൂറുകാർക്ക് കണ്ടകശനിയാണ് വരാൻ പോകുന്നത് ഈ മാർച്ച് 29 ശേഷം. ഏതായാലും ശനി മാറുന്ന വ്യാഴക്ഷേത്രത്തിലേക്കാണ്. ലക്ഷം ദോഷം ഗുരും ഹന്തി എന്നാണ് പ്രമാണം. അപ്പൊ അത് പ്രകാരം വ്യാഴക്ഷേത്രത്തിലേക്ക് വരുന്ന ശനി അതീവ ദോഷവാനൊന്നുമല്ല. ഇപ്പൊ ഈ ശനിയുടെ മാറ്റം വരുന്ന 2.5 കൊല്ലത്തേക്കാണ്. അപ്പൊ 2.5 കൊല്ലത്തേക്ക് വ്യാഴക്ഷേത്രത്തിലാണ് ശനിയുടെ സ്ഥിതി. ചെറിയ ചെറിയ ചില വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവേ ആ ശനിയുടെ മാറ്റം ലോകത്തിന് മൊത്തത്തിൽ ഗുണകരമായി ഭവിക്കാനാണ് സാധ്യത. പലവിധ ഗ്രഹപ്പിഴകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഭൂമിയിൽ ഒരു ഗുണകരമായ അന്തരീക്ഷത്തിലേക്ക് മാറുവാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഏതായാലും നമുക്ക് ആ ശനിയുടെ മാറ്റം ഓരോ രാശിക്കാർക്കും എന്തുമാത്രം സ്വാധീനം, അല്ലെ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 12ാം ഭാവത്തിലേക്കാണ് വരുന്നത്. വ്യാഴം ഇപ്പോൾ 2-ലുമാണ് നിൽക്കുന്നത്. ഇപ്പൊ ആരോഗ്യ വിഷയത്തെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആരോഗ്യപരമായി അല്പസ്വല്പം ചെറിയ വൈഷമ്യങ്ങളൊക്കെ തോന്നാമെങ്കിലും വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്താൽ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഉന്നതി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. വിദ്യാഭ്യാസാനന്തരം മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാനും വിദേശത്ത് പോയി പഠിക്കുവാനും ജോലി കരസ്ഥമാക്കുവാനുമൊക്കെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടവും കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമായി ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുക. ജോലി ലഭ്യതയുള്ളവർക്ക് ചെറിയ കാലതാമസമൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും ജോലി ലഭിക്കുക തന്നെ ചെയ്യും. ഇനിയും കുടുംബപരമായിട്ട് നോക്കിയാൽ കുടുംബത്തിൽ അഭിവൃദ്ധി തന്നെയാണ്. എന്നാലും കുറച്ച് മാനസിക ക്ലേശങ്ങളും ചെറിയ കലഹങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ നേരിടാമെങ്കിലും അത് ഒരു വലിയ ദോഷത്തിലേക്ക് നീങ്ങുവാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടവുമാണ്. ഇപ്പൊ ഏതായാലും മേടക്കൂറുകാരെ സംബന്ധിച്ച്, ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് മേടരാശിയിൽ നിൽക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്ക് അത്ര കണ്ടങ്ങോട്ട് അനുകൂലമല്ല. അവർ കുറച്ച് കരുതലോടുകൂടി വേണം പ്രവർത്തിക്കാൻ. സാമ്പത്തിക ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങൽ ഇതൊക്കെ നടത്തുന്നവർ വളരെ സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യുവാൻ. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭ്യമാകുക. കാർഷിക മേഖലയിലുള്ളവർക്കും വലിയ ദോഷങ്ങളൊന്നുമില്ല. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അവർക്കും ലഭ്യമാകുക. ഏതായാലും ഗണപതിയെയും കുടുംബപരദേവതാ ക്ഷേത്രങ്ങളിലുമൊക്കെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രധാനമായിട്ടും ശിവക്ഷേത്ര ദർശനം, ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് ധാര നടത്തുക, കൂവളമാല സമർപ്പിക്കുക, മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി ഇടവക്കൂറുകാരാണ്. കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി മകയിരത്തിന്റെ പകുതിയും ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കൂറിന്റെ അധിപൻ ശുക്രനും
ചന്ദ്രന് ഉച്ചസ്ഥിതിയുള്ള രാശിയുമാണ്. കണ്ടകശനി ആയിരുന്നു ഇവരെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരുന്നത്. അവരെ കണ്ടകശനി മാറി ശനി ലാഭസ്ഥാനത്തേക്കാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അപ്പൊ ആ ശനിയുടെ അവസ്ഥ ഈ കൂറുകാരൊക്കെ വളരെ അഭിവൃദ്ധി നൽകുമെന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും വിജയിക്കുവാനും സാധിക്കുന്ന സമയമാണ്. പലവിധ മംഗളകാര്യങ്ങളൊക്കെ ഭവനത്തിൽ നടന്നു കിട്ടുകയും ചെയ്യും. ദൂരദേശ യാത്രകള്, പുണ്യസ്ഥല സന്ദർശനം, ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കുക, പങ്കാളിത്തപരമായ ബിസിനസ്സുകള്, മറ്റ് സ്ഥലങ്ങളിൽ പോയി ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടുക, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവര്, വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവര് മുതലായി കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവർക്കെല്ലാം തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ജന്മരാശിയിൽ വ്യാഴത്തിന്റെ ഒരവസ്ഥയും അവർക്ക് അഭിവൃദ്ധികരം തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടവും പൂർവിക സ്വത്ത് ലഭ്യമാകുവാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. സഹോദരാദികളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഒരു നല്ല അവസ്ഥ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന രാശിക്കാരാണ് ഇടവക്കൂറുകാർ ഈ സമയത്ത്. അപ്പൊ ഏതായാലും ദുർഗാഭഗവതിയെ ഭജിക്കുക, ഗണപതി പ്രീതിക്കായിട്ടുള്ള പൂജകളൊക്കെ നടത്തുക, ഇവയൊക്കെ ചെയ്യുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ച് അങ്ങേയറ്റം അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കി തരുവാൻ നല്ലതാണ്. അടുത്തതായി മിഥുനക്കൂറാണ്. മകയിരത്തിന്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗവും കൂടിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ അവർക്ക് കണ്ടകശനി സമയമാണ്. മാർച്ച് 29 ശേഷം വരുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അല്പസ്വല്പം സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളിൽ എടുത്തു ചാടി നഷ്ടങ്ങളൊക്കെ വരാതെ സൂക്ഷിക്കണം. ഓരോ കാര്യത്തിനും സാമ്പത്തികം മുടക്കുമ്പോൾ 1, 2, 3 തവണ ആലോചിച്ചതിന് ശേഷമായിരിക്കണം ഇറങ്ങി പുറപ്പെടേണ്ടത്. ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നോ കുടുംബത്തിൽ നിന്നോ സഹോദരാദിൽ നിന്നോ ഒക്കെ ചില വിഷമാനുഭവങ്ങളൊക്കെ നേരിട്ടേക്കാം. കൈവശമുള്ള സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അത് മുഖേന വൈഷമ്യങ്ങൾ നേടുകയും ചെയ്യാതെ സൂക്ഷിക്കേണ്ട സമയമാണ്. നാൽക്കാലിപരമായ ബിസിനസ് ചെയ്യുന്നവര്, അതല്ലെങ്കിൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവര്, മറ്റ് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർ, എല്ലാ കാര്യത്തിലും ഒരു ചിന്താഗതിയോടെയുള്ള പ്രവർത്തനം ഏത് പ്രകാരത്തിലും ഇവരെ സംബന്ധിച്ച് അനിവാര്യമാണ്. എന്നിരുന്നാലും അല്പസ്വല്പം ലാഭങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. വീഴ്ച, മുറിവ്, കഫസംബന്ധമായ അവസ്ഥകളെ, ഇൻഫെക്ഷൻ മുതലായവയൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. സാമ്പത്തിക കാര്യം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇടയ്ക്കിടെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ അല്പസ്വല്പം മാനസിക ക്ലേശങ്ങളൊക്കെ നേരിട്ടേക്കാം. ഏതായാലും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് നല്ല സമയമാണ്. അവർക്ക് വിദ്യാഭ്യാസാനന്തരം ജോലിപരമായ കാര്യങ്ങളിലൊക്കെ അനുകൂലമായി വരുന്ന സമയവും കൂടിയാണ്. ഏതായാലും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാശിയാധിപൻ ബുധനാണ്. അപ്പൊ ബുധപ്രീതിക്കായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി കർക്കിടകക്കൂറാണ്. പുണർദം മുക്കാൽ ഭാഗം കഴിഞ്ഞ് പുണർദത്തിന്റെ അവസാന ഭാഗം പൂയം, ആയില്യം, ഈ 2 നക്ഷത്രം ചേരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്താണ് ശനിയുടെ അവസ്ഥ. ഭാഗ്യാനുഭവങ്ങൾ അനുകൂലമായി വരുന്ന സന്ദർഭങ്ങളാണ്. പ്രവൃത്തി മണ്ഡലവുമായി ബന്ധപ്പെട്ട് വിജയങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യമെടുത്താൽ പല രോഗാവസ്ഥകളും മാറിക്കിട്ടുന്ന സമയമാണ്. പ്രതീക്ഷിക്കാതെ സാമ്പത്തികം വന്നു ചേരും. ജോലി ലഭ്യത പോലും പ്രതീക്ഷിക്കാതിരുന്ന സന്ദർഭത്തിൽ ജോലി ലഭ്യതയ്ക്ക് സാധ്യതയുണ്ട്. നല്ല ജോലിയൊക്കെ ലഭ്യമാകും. കുടുംബപരമായ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഒരവസ്ഥ, സന്തോഷകരമായ അവസ്ഥ, സന്താനങ്ങൾക്ക് ഉന്നതി, ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ മെച്ചപ്പെട്ട ഒരവസ്ഥ, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി, കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട അവസ്ഥ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നല്ല സമയം, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയകരമായ അവസ്ഥ. ഇങ്ങനെ എല്ലാ കാര്യത്തിലും
കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നല്ല സമയമാണ്, വലിയ ദോഷങ്ങളൊന്നുമില്ല. കർക്കിടകം ചന്ദ്രക്ഷേത്രമാണ്, അതിനോടൊപ്പം കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പം വ്യാഴത്തിന് ഉച്ചരാശി വരുന്ന കർക്കിടകക്കൂറ് വ്യാഴപ്രീതി വരുന്നത് നല്ലതാണ്. അതായത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു വ്യാഴഗ്രഹത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ, നവഗ്രഹ പൂജകൾ ഇവയൊക്കെ ചെയ്യുന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഏത് പ്രകാരത്തിലും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ്. അടുത്തതായി ചിങ്ങക്കൂറാണ്, സിംഹരാശി. ചിങ്ങക്കൂറിന്റെ ആധിപത്യം ആദിത്യനാണ്. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശനിയുടെ സ്ഥിതി. ആയുസ്സിന്റെ കാരകനാണ് ശനി. അപ്പൊ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി വലിയ ദോഷവും ചെയ്യില്ല. ഇവർക്ക് ആരോഗ്യകാര്യത്തിലൊന്നും വലിയ വൈഷമ്യങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം, കൂട്ടുകച്ചവടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില വൈഷമ്യങ്ങളൊക്കെ നേരിട്ടേക്കാം. വൻകിട ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ഈ സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികം കണ്ടമാനം മുടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാം എന്ന് വിചാരിക്കാൻ പാടില്ലാത്ത സമയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ദോഷമൊന്നുമില്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ അവർക്ക് വിദ്യാഭ്യാസാനന്തരം ജോലി കിട്ടുന്നതിനും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുമൊക്കെ നല്ല സമയമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഭാഗ്യം ഉണ്ടാകുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കുടുംബപരമായിട്ടും വലിയ ദോഷങ്ങളൊന്നും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഏതായാലും ചിങ്ങത്തിന്റെ അധിപൻ ആദിത്യനാണ്. ശിവക്ഷേത്ര ദർശനവും ശിവപ്രീതിയൊക്കെയാണ് ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ. അടുത്തതായി കന്നിക്കൂറാണ്. കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതി ചേരുന്ന കന്നിക്കൂറുകാർക്ക് ശനി നിവൃത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ ശനിയോടൊരു ദൃഷ്ടി കന്നിരാശിയിലേക്ക് വരുന്നുണ്ട്. എല്ലാ കാര്യത്തിനും കുറച്ചൊരു അമാന്തം, ഒരു കാലതാമസം ഒക്കെ നേരിടുന്ന സാഹചര്യമാണ്. ഇവരെ സംബന്ധിച്ച് കണ്ടകശനി കാലഘട്ടം എന്നൊക്കെ പറയാം. എന്നിരുന്നാലും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലമായ രീതിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ അനുകൂലം ഉള്ള രാശിയായതുകൊണ്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ എല്ലാ കാര്യത്തിനും കുറച്ചൊരു ബുദ്ധിമുട്ടും ചെറിയ തടസ്സങ്ങളും ഒക്കെ വരികയും ചെയ്യാം. കാര്യമായ ദോഷം സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. ആരോഗ്യപരമായി കൊച്ചു കൊച്ചു രോഗാവസ്ഥകൾ, നരമ്പ് സംബന്ധമായിട്ട് അസുഖങ്ങൾ, കഫപീഡ മുതലായവയൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും പലവിധ രോഗാവസ്ഥകളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന സാഹചര്യം കൂടെയാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ ഒഴിവായി സാമ്പത്തിക മെച്ചമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടവുമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിൽ ദോഷമില്ല. ഗൃഹനിർമ്മാണ കാര്യങ്ങളൊക്കെ ആരംഭിക്കാം, വസ്തുക്കളൊക്കെ വാങ്ങിക്കാം, വാഹനം വാങ്ങിക്കാം. തൊഴിൽപരമായ രംഗത്ത് പുതിയ തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലിന് ഉന്നതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ നല്ല സമയമാണ്. വളരെയേറെ ഭാഗ്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയവുമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അഗ്നിഭയം, വിഷഭയം ഇതൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യവുമാണ്. ഏതായാലും ബുധനാണ് രാശിയാധിപൻ. ബുധപ്രീതി, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്ര വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി തുലാക്കൂറാണ്. ചിത്രയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിന് മുക്കാൽ ഭാഗവും ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ സ്ഥിതി 6ാം ഭാവത്തിലാണ്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് രോഗാവസ്ഥകൾ കുറയ്ക്കുവാനുള്ള ശക്തിയുണ്ട്. എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളോ വൈഷമ്യങ്ങളോ ശാരീരിക പീഡകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ്. പല സന്ദർഭങ്ങളിലും വൈഷമ്യങ്ങൾ അടുത്തുകൂടെ പോയിട്ട് അവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുവാൻ സാധ്യതയുള്ള ഒരു കൂറുകാരാണ് തുലാക്കൂറുകാർ. അവർക്ക് ഈ വരുന്ന 2.5 കാലം വളരെ അധികം ഗുണങ്ങളും സാമ്പത്തിക മെച്ചങ്ങളും നേതൃത്വവും പുതിയ സംരംഭങ്ങളിൽ വിജയവും ഒക്കെ ഉണ്ടായിത്തീരുന്ന കാലഘട്ടവുമാണ്.
ഇതൊക്കെയാണെങ്കിലും അപവാദങ്ങൾ, കലഹങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. തനിക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് തലയിട്ട് അവിടുന്ന് കിട്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റുവാങ്ങാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെടുക, ആവശ്യമുള്ള കാര്യത്തിന് മാത്രം സാമ്പത്തികം മുടക്കുക, വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഒഴിഞ്ഞു മാറി നിൽക്കുക. കഴിയുന്നിടത്തോളം വാഹനം കൈകാര്യം ചെയ്യുന്നത്, ദൂരദേശ യാത്രകൾ, ഇവയൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല സമയമാണ്. ബിസിനസ്സുകാർക്കും ദോഷമൊന്നുമില്ല. കലാകായിക രംഗത്തുള്ളവർക്കും കാർഷിക മേഖലയുള്ളവർക്കും നല്ല സമയവുമാണ്. രാശിയാധിപൻ ശുക്രനാണ്. രാശിയുടെ ഉച്ചരാശിയായിട്ട് വരുന്ന ശനിയാണ്. അപ്പം ശനിക്ക് ആ രാശിക്ക് ഒരു പ്രത്യേക ബലമുണ്ട്, അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ശനിപ്രീതിക്കായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യണം. ശുക്രൻ, മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി, അപ്പോൾ ദേവി പ്രീതി വരുത്തുക, ഗണപതി പ്രീതി വരുത്തുക. ഇതൊക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി വൃശ്ചികക്കൂറാണ്. വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നേരത്തെ കണ്ടകശനിയായിരുന്നു. അവരുടെ കണ്ടകശനിയൊക്കെ മാറി ആത്മസ്ഥാനത്താണ് ശനിയുടെ സഞ്ചാരം. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് താല്പര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. പ്രതീക്ഷിക്കാതെ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായ ഗുണമുള്ള സമയമാണ്. സാമ്പത്തിക മെച്ചമുള്ള സമയമാണ്. അതുപോലെ ആരോഗ്യപരമായി വലിയ ദോഷങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ വന്ന് ഭവിക്കാമെങ്കിലും പ്രതീക്ഷിക്കാതെ വലിയ കുഴപ്പങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ ഒന്നും ചാടുവാൻ സാധ്യതയുള്ള സമയവുമല്ല. യാത്രാകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. ദൈവീയമായ കർമ്മങ്ങളിലെ കൂടുതൽ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കും. എല്ലാ മേഖലയിലുള്ളവർക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന 2.5 വർഷക്കാലം പൊതുവേ ഒരു ശുഭകരമായ അനുഭവമായിരിക്കും കൂടുതലായി വരുവാൻ പോകുന്നത്. അപ്പം ആധിപത്യമുള്ള ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക, ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ നടത്തുക, നവഗ്രഹ പൂജ നടത്തുക. നവഗ്രഹ ചൊവ്വയ്ക്കും പ്രത്യേകിച്ച് വിശേഷാൽ പൂജകളൊക്കെ നടത്തുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗവും വരുന്ന ധനുക്കൂർ വ്യാഴക്ഷേത്രമാണ്. സർവേശ്വരകാരകനായ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുഭവ ഗുണമുള്ള സമയമാണ്. എന്നാൽ 4-ാം ഭാവത്തിലെ ശനിയെ സംബന്ധിച്ച് കുറച്ച് വൈഷമ്യങ്ങളൊക്കെ കുടുംബപരമായി ഉണ്ടാകാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ഒക്കെ ആരോഗ്യപരമായ വൈഷമ്യങ്ങളൊക്കെ നേരിടാം. വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വിപരീത ഫലങ്ങളും സ്വഭാവ സവിശേഷതകളും ഒക്കെ വരുന്നത് മുഖേന വിഷമങ്ങളൊക്കെ നേരിട്ടേക്കാം. യാത്രാകാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂക്ഷിക്കണം. കൃഷിപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അധികം സാമ്പത്തികം മുടക്കുമ്പോൾ അതും സൂക്ഷിക്കേണ്ടതാണ്. ഏതായാലും എല്ലാ കാര്യത്തിലും കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തം ആരോഗ്യകാര്യത്തിലും വളരെയധികം സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പം വ്യാഴമാണ് ഈ രാശിയുടെ അധിപൻ. വ്യാഴപ്രീതി വരുത്തുക, മഹാവിഷ്ണുവിൽ പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഇവയൊക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി മകരക്കൂറാണ്. ഉത്രാടത്തിന് മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ പകുതിയും ചേരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂറിന്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് ശനി. അത് 3-ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആ കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭ്യമാകുക. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകുന്ന കാലമാണ്. അവർക്ക് പുതിയ കോഴ്സുകളൊക്കെ പഠിക്കുവാനും അവർക്ക് ജോലി ലഭിക്കുവാനും പുതിയ സംരംഭങ്ങളൊക്കെ നടത്തി വിജയിക്കുവാനും ബിസിനസ് രംഗത്ത് ഉയർച്ച നേടുവാനും മറ്റ് കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന അവസ്ഥകളും സാമ്പത്തിക മെച്ചവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. വസ്തു വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. വാഹനം വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. കൃഷിഭൂമി അതല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കാൻ ഭൂമി ഇവയൊക്കെ വാങ്ങിക്കുവാനും പറ്റിയ സമയമാണ്. നൂതനമായ പല കാര്യങ്ങളും ആരംഭിക്കുന്നതിനും അവർക്ക് ദോഷമൊന്നുമുള്ള കാലഘട്ടമല്ല. എന്നാലും ചെറിയ ചെറിയ ആരോഗ്യപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ഒക്കെ ചില മനക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നത് മുഖേന ചില വൈഷമ്യങ്ങളൊക്കെ നേരിട്ടേക്കാം. ഏതായാലും
രാശിയുടെ അധിപൻ ശനിയാണ്. ശനിപ്രീതി വരുത്തണം. ആ രാശി ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വ, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി ഇവർക്കൊക്കെ വഴിപാട് ചെയ്യുന്നതും ശുഭകരമായിരിക്കും. അടുത്തതായി കുംഭക്കൂറാണ്. കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിന്റെ രണ്ടാം പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ചേർന്ന 2.25 നക്ഷത്രം വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി 2ാം ഭാവത്തിലാണ്. വാക്കും കുടുംബച്ചധനം ദ്വിതീയം. അപ്പോ സൂക്ഷിച്ച് സംസാരിക്കേണ്ട സമയമാണ്. സംസാരത്തിലൂടെ ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് സംസാരത്തിനകത്ത് മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. 2ാം ഭാവം ധനഭാവവും കൂടിയാണ്. ധനപരമായ കാര്യങ്ങളിൽ വളരെ സൂക്ഷിച്ച് ചെലവാക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അതുപോലെ യാത്രാകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ മുഖേന ചില വൈഷമ്യങ്ങളോ മനപ്രയാസങ്ങളോ ഒക്കെ നേരിട്ടേക്കാം. പ്രതീക്ഷിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികം മുടക്കി അതിൻ്റെ പുറവേ ഓടാതെ സൂക്ഷിക്കണം. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും. ബിസിനസ്സുകാർക്കും അത്ര കണ്ട് നല്ല സമയമൊന്നുമല്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ദോഷമില്ല. അവർക്ക് വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ ലഭ്യമാകുന്ന സമയമാണ്. വിദ്യാഭ്യാസാനന്തരം ജോലി കിട്ടുന്ന സമയമാണ്. വിദേശത്ത് പോകുന്ന സമയമാണ്. പുതിയ തൊഴിൽ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സമയമാണെങ്കിലും അത് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. ഏതായാലും കുംഭൻ രാശിക്കാർക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭ്യമാകുക. രാശ്യാധിപത്യം ഉള്ളത് ശനിയാണ്. ശനിപ്രീതിക്കായിട്ട് ശാസ്താക്ഷേത്ര ദർശനം, ശനീശ്വര പൂജ ഇവയൊക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി മീനക്കൂറാണ്. മീനക്കൂറിലാണ് ശനിയുടെ അവസ്ഥ. ലഗ്നം ശനി, ശരീരം, അതായത് ശരീരപരമായിട്ട് കുറച്ച് വൈഷമ്യങ്ങളൊക്കെ നേരിടുവാൻ സാധ്യതയുള്ള സമയമാണ് ശനിയുടെ മാറ്റം. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി. അപ്പം ശരീരത്തിന്റെ അവസ്ഥകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തു പോകേണ്ടുന്ന സന്ദർഭമാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നർത്ഥം. അത് വീഴ്ച കൊണ്ടായാലും ഇൻഫെക്ഷൻ കൊണ്ടായാലും മറ്റ് പലതരത്തിലായാലും വിഷാംശം കൊണ്ടായാലും ഒക്കെ പലതരത്തിൽ രോഗാവസ്ഥകളൊക്കെ വരാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ സാമ്പത്തിക കാര്യങ്ങളിലായാലും കുറച്ച് കൂടുതലായി ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഇടരാണ്ട ശനി കാലഘട്ടമാണ്. ജന്മരാശിയുടെ 2ലും 12ലും ശനിയുടെ എഫക്റ്റ് ഉണ്ട്. പിന്നെ കുടുംബത്ത് വൈഷമ്യങ്ങളോ കലഹങ്ങളോ മാനസിക ക്ലേശങ്ങളോ ഒക്കെ വരാതെ സൂക്ഷിക്കണം. കേസ് വഴക്കിലൊക്കെ ഇടപെടാതെ സൂക്ഷിക്കണം. പൊതുവേ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊന്നും നല്ല സമയമൊന്നുമല്ല. മീനക്കൂറുകാരെ സംബന്ധിച്ച് ദൂരദേശ യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പണമിടപാടുകളൊക്കെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. പുതിയ പ്രവർത്തനങ്ങൾ, ഗൃഹനിർമ്മാണം, അതൊക്കെ വാഹനം വാങ്ങിക്കുക, പുതിയ സംരംഭങ്ങൾ പണം നിക്ഷേപിക്കുക, കൂട്ടുകച്ചവടം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ട് വളരെ നല്ലൊരു തീരുമാനം എടുത്ത് മാത്രമേ അതിലോട്ട് കടക്കാവൂ. എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതായാലും മീനൻ രാശിയുടെ ആധിപൻ വ്യാഴമാണ്. ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രനാണ്. ശുക്രന്റെ ഉച്ചരാശി കൂടാണ്. അപ്പം ശുക്രൻ അന്നപൂർണേശ്വരി മഹാലക്ഷ്മി ദേവിയെ തൃപ്തിപ്പെടുത്തുക, മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുക, ഗണപതിയെ തൃപ്തിപ്പെടുത്തുക, ഇവയൊക്കെ ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് നല്ലതാണ്. അപ്പം ഏത് വിഷയത്തിലായാലും ഈ 12 രാശിക്കാർക്കും എല്ലാ നിലയിലും വരുന്ന 2.5 കൊല്ലക്കാലം ഭഗവാൻ ശുഭകരങ്ങളായ അനുഭവങ്ങൾ നൽകുന്നത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.